ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ സർവേ നടത്തിയ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണം. കമ്പനിക്ക് തരൂരുമായി ബന്ധമുണ്ട് എന്നാണ് ആക്ഷേപം. തരൂരിൻ്റെ വെബ്സൈറ്റ് ചെയ്തതും ഇതേ കമ്പനി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ശശി തരൂരിന് വലിയ ഒരു ഹൈപ്പാണ് ഇതുവഴി ലഭിച്ചത്. സർവേ നടത്തി മാത്രമല്ല, ആ സർവേ റിസൾട്ട് അത് ശശി തരൂർ തന്നെ എക്സിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇത് കോൺഗ്രസ് വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ ശശി തരൂരിന് ബന്ധമുള്ള ഒരു കമ്പനി ആണ് ഇതിന് പിന്നിൽ, സർവേക്ക് പിന്നിൽ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതാണ് ആ കമ്പനി? ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്നത് ആരാണ്? അനിൽ നമ്പ്യാർ, കോൺഗ്രസുകാർക്കൊക്കെ ഒരു പക്ഷേ ഇത് അറിയാമായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ എം ഹസൻ സമാനമായ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ തന്നെ സർവേ നടത്തി എന്നെ തന്നെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാം എന്ന് എം ഹസൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കിയത് ആ സമയത്ത് തന്നെ കോൺഗ്രസുകാർക്ക് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാമായിരിക്കും എന്നുള്ളതായിരുന്നു. ഇന്നതാ ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നു. ഈ കമ്പനിയുമായി ശശി തരൂരിന് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ശശി തരൂരിന്റെ വെബ്സൈറ്റിന്റെ രജിസ്ട്രാർ അത് ഈ കമ്പനിയാണ്. voteweb.in എന്നുള്ളതാണ് ഇതിന്റെ പേര്. ഈ മാർച്ച് മാസത്തിൽ മാത്രമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമായിരിക്കുന്നു. അതിന്റെ തെളിവുകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വോട്ട് വൈബ്. അത് വി.ഡി. സതീശിനേക്കാളും മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാളും കെ ശൈലജയെക്കാളും ഒക്കെ ഏറ്റവും മുന്നിൽ ശശി തരൂർ എന്ന രീതിയിലാണ് വന്നത്. തരൂർ അത് തന്റെ എക്സ്പോസ്റ്റിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു കൈയുടെ ഇമോജിയൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം അത് പങ്കുവയ്ക്കുകയുണ്ടായത്. കോൺഗ്രസിൽ വലിയ ചർച്ചയായി അത് മാറിയിരുന്നില്ല. പക്ഷേ സണ്ണി ജോസഫ് KPC അധ്യക്ഷനൊക്കെ പറഞ്ഞിരുന്നു തനിക്കും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട്, അങ്ങനെ കോൺഗ്രസിൽ പലർക്കും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട്, അത് കൂട്ടായ തീരുമാനമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ എം ഹസൻ കുറച്ചുകൂടി കടുപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു ഏജൻസിയെ വെച്ച് മുഖ്യമന്ത്രിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൽ നിന്നും വ്യക്തമാകുന്നത് കോൺഗ്രസുകാർക്ക് ഈ പരിപാടി അറിയാമായിരുന്നു എന്നാണ്. അതവർ മിണ്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. എം ഹസൻ അത് ഒരല്പം ഉറക്കെ പറയുകയും ചെയ്തു. തരൂരിന്റെ മറുപടി ഇനി എന്താകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തരൂരിന് വേണ്ടിയാണോ ഇവരിത് ചെയ്തത് എന്നുള്ളതും തരൂർ തന്നെ വ്യക്തമാക്കണം. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ വിവാദം കടുക്കാൻ തന്നെയാണ് സാധ്യത. ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ സർവേ നടത്തിയ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണം. കമ്പനിക്ക് തരൂരുമായി ബന്ധമുണ്ട് എന്നാണ് ആക്ഷേപം. തരൂരിൻ്റെ വെബ്സൈറ്റ് ചെയ്തതും ഇതേ കമ്പനിയാണ്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.